എടാ നിന്നോട് ഞാൻ കാര്യം പറയാൻ മറന്നു. അതെ, ഞാനിപ്പോ റിച്ചായി, ഞാനിപ്പോ മോഡലായി മാറിയേ. അടുത്ത സ്റ്റെപ്പ് ഒരു പെണ്ണ് കെട്ടാന്നുള്ള. ഹായ് ബാബുട്ടൻ, എന്താണ് എന്താ പുതിയ ടീഷർട്ടൊക്കെ ഇട്ടത്? നിന്നെ കണ്ടപ്പോ ആണോ? എന്നെ കണ്ടാടാ ടീഷർട്ടാ ഇത്? ഇരിക്കും. ബാബുട്ടൻ ചുള്ളനായിട്ടാണല്ലോ. എടാ നിന്നോട് ഞാൻ കാര്യം പറയാൻ മറന്നു. അതെ, ഞാനിപ്പോ റിച്ചായി, ഞാനിപ്പോ മോഡലായി മാറിയേ. നീയാണിപ്പോ ഇതിന്റെ പിന്നില്, ഈ ഉയർച്ചയുടെ പിന്നില്. പേടിച്ചു പോയി. പിന്നെ ആവണ്ടേ, നമ്മള് ചുള്ളന്മാരാവണ്ടേ? ഞാൻ സൂപ്പറിലാണേ. പിന്നെന്താ, ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു പെണ്ണ് കെട്ടാന്നുള്ള. ബാബുട്ടാ, നമ്മുടെ യൂട്യൂബേഴ്സ്, അതായത് നമ്മുടെ പ്രേക്ഷകർ, ആളുകൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ, ബാബുട്ടൻ്റെ വീഡിയോ കാണുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മെസ്സേജ് അയക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ പറയുക, ബാബുട്ടന് ആ കാടിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നൂടെ, വേറെ എവിടെയെങ്കിലും വീട് നോക്കിയിട്ട് അവിടെ ജീവിച്ചോടെ, ആൾക്കാരായിട്ട് കുറച്ച് ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ, ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് സത്യത്തിൽ ഞാനും ചോദിക്കണ ചോദ്യം, ഇവിടുന്ന് മാറിക്കൂടെ? ഞാൻ മാറുമല്ലോ. പിന്നെ ഇങ്ങനെ നിൽക്കണ എന്തുകൊണ്ടാ? അതിപ്പോ നമുക്ക് ചുറ്റുപാടില്ലാത്തതുകൊണ്ടാണ്. കുറച്ച് സ്ഥലം വാങ്ങുക, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ചെറിയ വീടൊക്കെ വെച്ചിട്ട് ആളുകളുടെ ഇടയിൽ ഇരുന്നോടെ നിങ്ങൾക്ക്. അതിന് പറ്റിയ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായി വരണേ. നമുക്കിതിപ്പോ അവിടെയൊക്കെ പോകുമ്പോ നല്ല വില കൂടും, കോസ്റ്റ്ലി ആവും. ഇതിപ്പോ ഇതിന് വില കിട്ടൂല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇവിടെ ഒന്നും ആരും വാങ്ങാൻ നിൽക്കില്ല, ആരാ നിൽക്കില്ല. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കമ്മിയാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്കിത് കിട്ടൂല, അത് പോവുകയും ചെയ്തു പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. ആണല്ലേ? അല്ല, ഒരു നേരം വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അങ്ങനെ തന്നെ. അതൊക്കെ ആരെങ്കിലും വരും, ഏട്ടന്മാരാരെങ്കിലും അറിഞ്ഞ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞാക്കെ വരും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ. അത് ഞാൻ ഫോൺ ഇപ്പൊ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. ഞാൻ ചാർജ് ചെയ്തിട്ടില്ലേ. അതെന്താ ചാർജ് ചെയ്യാത്ത? ഞാൻ അങ്ങനെ തന്നെ, എന്തിനാ വെറുതെ ഇതാണ് പറഞ്ഞിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. ഫോണൊക്കെ എപ്പോഴും വിളിച്ചാൽ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് കിട്ടണം. അത് 100, 150, 200 ഒക്കെ ആയി കഴിഞ്ഞു. എനിക്ക് ഒരു നേരം വയ്യ തോന്നി. അപ്പൊ നീ എന്നെ എന്തെങ്കിലും ചികിത്സയ്ക്കോ അതിന് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകുമ്പോ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അന്വേഷിച്ച് വരില്ലല്ലോ. നീ ഇപ്പൊ എന്താ പെണ്ണ് കെട്ടാത്തത്? ഞാൻ പെണ്ണ് കെട്ടാത്തെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കല്ലേ. അപ്പൊ ഏതിനെ കെട്ടണ്ടെന്നുള്ള വളരെ എക്കസക്കിൽ നിൽക്കുകയാണ്. ചിരിക്കല്ല, സംഭവം ശരിയാ. അല്ലെങ്കിൽ നീ ഇപ്പൊ ഒറ്റപ്പെട്ടു പറഞ്ഞ എന്റെ പിന്നെ പിക്ചർ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇടേണ്ടി വരും. ഞാൻ നിങ്ങളുടെ ചെയ്യണ പോലെ. കയറുണ്ടോ അവിടെ? കയറുണ്ടല്ലോ, ഒന്ന് തൂക്കിച്ചാവാൻ തോന്നുന്നുണ്ട്. പിടിച്ചാലോ? എത്ര കട്ടയ്ക്ക് ഇടണം? വാരി കോരി ഇടൂല്ലേ? കടലിലെ ഓളവും കരയിലെ ദാഹവും, കടലിലെ ഓളവും കരളിലെ ദാഹവും, കളിക്കൂട്ടുകാരനെ മറന്നു പോയോ മാനസമൈനി വരൂ, മധുരം നുള്ളി തരൂ നിന്നരിമ പൂവാടിയിൽ നീ. ഇത്രേ പഠിച്ചിട്ടുള്ളൂ? പാട്ട് ഡെയിലി പ്രാക്ടീസ് ഇല്ല അല്ലേ? ഞാൻ കമ്മിയാണേ. അതന്നെ, വെള്ളി വീണ് പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. ആ കടലിലെ ദാഹല്ലേ, അതില് വെള്ളി പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. ബാബുവിന് വേണ്ടി ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എങ്ങനെയുള്ള പാട്ടത്? നല്ല പാട്ടാ. ഞാൻ പാടുന്നത് കേൾക്കുമ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നുള്ളൂ. എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്ന്? നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു, നേരിയ പാടൂ, അറിയില്ലേ? മഞ്ഞിൻ്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു, കാണുന്ന നേരത്തു മിണ്ടാത്ത മോഹങ്ങൾ
ചാമരം വീശ അങ്ങനെയുണ്ട് പാവട്ടെ പാട്ട്. നല്ല നിങ്ങൾക്ക് ഈ പഴയ പാട്ടിനോട് ഇഷ്ടം പുതിയ പാട്ടിനോട് ഇഷ്ടം? എനിക്ക് പഴയ പാട്ടിനോട് ഇഷ്ടം. അതെ, പാടാറുണ്ടോ പഴയ പാട്ടുകൾ? ഞാൻ പാടുന്നില്ല, ഞാൻ കേൾക്കും മാത്രമേ. സൂപ്പറായിട്ടുണ്ട്, ബാക്കിയും പാട്. ചാമരം വീശി നിൽപ്പൂ നാഥ നീ വരും കാലൊച്ച കേട്ടുവാൻ കാതോർത്തു ഞാനിരുന്നു താവക വീതിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാദ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഒന്നുമില്ലേ സമ്മാനം? സമ്മാനമുണ്ട്. ചപ്പാത്തി ആണെങ്കിൽ വേണ്ട, ചപ്പാത്തി ആണെങ്കിൽ നിങ്ങൾ തന്നെ തിന്നോളൂ, എനിക്ക് വേണ്ട. നീ വിജയിക്കും. നീ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഇതുണ്ടല്ലോ. അതെ, പിന്നെ ഇപ്പൊ ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളെ നീ ഇടയ്ക്ക് കാണാൻ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിജയം കിട്ടൂലേ? അനുഗ്രഹം ഉണ്ടോ? ഉണ്ടാവും. ഞാൻ ബാബുട്ടാ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ചില സമയത്ത് കണ്ടിട്ടില്ലെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അന്വേഷിച്ച് വരുന്നതേ എന്തറിയോ, ഈ അവസ്ഥ എനിക്ക് നല്ലപോലെ ഇതെന്തോ ആവട്ടെ, സ്കെയിലോ എന്തളക്കുള്ളത് അത്. അപ്പോഴേ ഞാൻ പോട്ടെ എന്നാല്. ഞാൻ പോട്ടെ, ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടാ. ഓക്കെ. എന്താ ഇന്ന് ഫുഡ്? എന്താ ചോറിന് കറിയോ? ചോറ്, കറി, പട്ടറ്റോ, ഉള്ളി. ശരി ശരി. അപ്പോൾ അടിപൊളിയോട്ടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ വരാം. ശരി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. ഒന്നിനും ഈ പുതിയ കുട വാങ്ങണം, അല്ലെങ്കിൽ ഈ കുട എടുത്ത് വലിച്ചു തരണം. കേട്ടോളേ? പോട്ടെ എന്നാല്. പുളുങ്കൂരി കൊടുക്കണോ? പുളുങ്കൂരി കൊടുക്കണോ? എത്ര രൂപ കൊണ്ടുവരും? ശരി ശരി. ഓക്കെ, എന്നാ ശരി പോട്ടെ. 1980 കാലഘട്ടം തൊട്ടിട്ടുള്ള നമ്മൾ ഇടയ്ക്ക് ഒന്നുകൂടെ വരുവാനേ. ആളുടെ വിശേഷങ്ങളെ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനൊന്നുമില്ല, കാരണം പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒരു മടുപ്പ് തോന്നുള്ളൂ. അപ്പം ഞാൻ വരുന്നത് എന്താളുടെ പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ആളുകളെ നിൽക്കുന്നുണ്ട്. എന്നാൽ പോട്ടെ എന്നാലേ. എന്നാൽ ശരി.